അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ കിൻഡർ ജോയ് പോക്കറ്റിൻ്റെ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് 50 കിൻഡർ ജോയ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമ്മൾ റോസ് മാത്രം വെച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു ആ പ്ലാനൊക്കെ മാറ്റി നമ്മൾ ബ്ലൂ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളതിൽ സ്റ്റിക്ക് ഞാൻ 8 ഇഞ്ചിൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് 50 വെക്കാനുള്ളതുകൊണ്ട് കുറച്ചുകൂടി ലെങ്ത്തുള്ള സ്റ്റിക്കാണ് എടുക്കേണ്ടിയിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അടിയിൽ പിടിക്കാൻ മാത്രം. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങാനും വീണു പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫെവിക്വിക്ക് കൊണ്ട് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാമെന്ന് വിചാരിച്ച് ഒട്ടിക്കാൻ നോക്കിയതാണ്. അത് മൊത്തത്തിൽ ഇപ്പം എൻ്റെ കയ്യിലായി വടി പോലെ, കൈ മടക്കാൻ പോലും പറ്റാത്ത പോലെയായി. പിന്നെ അവസാനം അത് എടുത്തു കേട്ടോ, ഉണങ്ങി കഴിഞ്ഞ് മെല്ലെ അടർത്തി എടുത്തു. പിന്നെ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫുൾ ടേപ്പ് വെച്ചാണ് നമ്മളത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സ്റ്റിക്ക് അത് നമ്മൾ ബക്കറ്റ് ഷീറ്റ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അതെന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കിൻഡർ ജോയിൽ വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഇത്രയും ലെങ്ത്ത് കുറവായിരിക്കുന്നു. അത് നമ്മൾക്ക് ഭാഗ്യമായി. പിന്നെ നമ്മൾ പിങ്ക് കളർ ബക്കറ്റ് ഷീറ്റാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചാണ് അത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയേ ഉള്ളൂ, ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവസാനം നമ്മളൊരു റിബണും കൂടി കെട്ടി അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്ലവർ വെക്കണോ വെക്കണ്ടയോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് നമ്മൾ ഫ്ലവർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കംപ്ലീറ്റ് ആയി.